ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ സ്പ്രിംഗ് ഫ്രൈ, അതായത് ഉള്ളിത്തണ്ടിൻ്റെ തോരൻ. എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കമോൺ. എല്ലാവർക്കും ചിലപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല, എന്നാൽ അങ്ങനെയുള്ളവർക്കും കൂടിയുള്ള ഒരു ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിത്തണ്ട് ഫ്രൈയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഉള്ളിത്തണ്ടാണ്. അങ്ങനെ കുറച്ച് ഉള്ളിത്തണ്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക്. 2 അല്ലി പച്ചമുളകാണ് ഞാനിവിടെ എടുത്തത്. എല്ലാവരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നീട് എടുത്തത് ഉള്ളി. എനിക്ക് അധികം ഉള്ളിയുടെ ടേസ്റ്റില്ല, ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര തുള്ളി മാത്രമേ ഉള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളിത്തണ്ടാണല്ലോ, അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് ഓവറോൾ വരുന്നതുകൊണ്ട് ഞാൻ അത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നീടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 5 അല്ലി വെളുത്തുള്ളി, അത് നടുവേ കീറിയതാണ്. പിന്നെ പിന്നീട് 1 കപ്പ് ചിരക്കിയ തേങ്ങാപ്പൊടി. ഇനി ചിരക്കിയ തേങ്ങയും പച്ചമുളകും മഞ്ഞളും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് അരക്കുക. വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചാൽ മതി. മഞ്ഞൾ പിന്നെയാണ് ഇട്ടത്. അങ്ങനെ അരച്ചിട്ടുന്ന മിശ്രിതം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ടിലേക്ക് കൈ കൊണ്ട് കുഴച്ച് സെറ്റാക്കുക. ഇത് ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കുക. ചീനിച്ചട്ടി വെക്കുന്നതിന് മുമ്പായി വെള്ളം ഒഴിവാക്കണം, കാരണം വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന അറിയാലോ. അപ്പം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് ഇടുക. ഞാൻ 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്, കാരണം കടുകിൻ്റെ ടേസ്റ്റ് എനിക്കൊക്കെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ആഡ് ചെയ്യണം. ഇനി അടുത്തത് ഉള്ളി അതിലേക്ക് നേരത്തെ കുനുകുന അരിഞ്ഞ ചെറിയ 1/2 ഉള്ളി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വരണം, നല്ലതുപോലെ കൈവിടാതെ വഴറ്റണം, കാരണം കരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ. അപ്പം ആ ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പിലയും അതുപോലെ വഴറ്റുക. എന്നെപ്പോലെ എളുപ്പപ്പണി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഡിഷാണ് ഇത്. അതായത് ഉള്ളിയുടെ ചുവ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഉള്ളിയുടെ ചുവ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ചുവ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്ര വലിയതായിട്ട് തോന്നില്ല. എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമായിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ വഴറ്റണം, നല്ലതുപോലെ വഴറ്റണം, കാരണം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, ഇനി അതിന് പാകമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. നമ്മൾ വെള്ളം കുറവ് ചേർത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്നുകൂടി വഴറ്റണം. അങ്ങനെ വീണ്ടും മൂടി വയ്ക്കുക. ഇപ്പോൾ തുറന്നിട്ട് കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. ഞാൻ 1.5 ടീസ്പൂൺ മുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുളകൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വഴറ്റുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്ര മാത്രം വെന്താൽ മതി, കാരണം ഉള്ളി അധികം വെന്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും രുചികരമായ ഉള്ളിത്തണ്ട് വറവാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ ബൈ.